ഹായ് നമസ്കാരം, എൻ്റെ പേര് വിനോദ്. അറിവിന്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിന്റെ ആറാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സിക്സ്ത് സെൻസിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു അവയവമായ ചെവി. അപ്പൊ നിങ്ങൾക്കറിയാം, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. അതിൽ ചെവിയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. LDC LGS പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് പഞ്ചേന്ദ്രിയങ്ങൾ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ നമുക്ക് ചെവിയെ കുറിച്ച് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ ഈ ചെവി എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ കാണുന്ന പലവരും പറയും കേൾവി സാധ്യമാക്കാൻ. യഥാർത്ഥത്തിൽ കേൾവി സാധ്യമാക്കാൻ മാത്രമാണോ ഈ ചെവി? ഒരിക്കലുമല്ല. പല മൃഗങ്ങളിലും പല ജന്തുക്കളിലും പല ആവശ്യമാണ് ചെവിക്ക്. ഇപ്പൊ ആന, മുയൽ തുടങ്ങിയ മൃഗങ്ങളാണെങ്കിൽ ഊഷ്മാവ് നിലനിർത്തുന്നത് ചെവി ആശ്രയിച്ചിട്ടാണ്. ഇപ്പൊ മനുഷ്യന്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ കേൾവി സാധ്യമാക്കുക മാത്രമല്ല ചെവി കൊണ്ടുള്ള ആവശ്യം. മനുഷ്യന്റെ ബാലൻസ്, തുലനാവസ്ഥ നിയന്ത്രിക്കുന്നതും ചെവി ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ ചെവിയാണ് മനുഷ്യന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത്. അപ്പൊ മനുഷ്യനിൽ 2 ആവശ്യമാണ്: ഒന്ന് കേൾവി സാധ്യമാക്കുക, 2 തുലനാവസ്ഥ നിയന്ത്രിക്കുക. അപ്പൊ നമ്മൾ ചെവിയെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് പഠിക്കുന്നു? ഓട്ടോളജി എന്ന് വെച്ചാൽ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓട്ടോളജി എന്ന ആ വാക്കുണ്ടായിരിക്കുന്നത്. ഓട്ടോ എന്ന് വെച്ചാൽ ഗ്രീക്ക് വേർഡാണ്, അർത്ഥം ചെവി. ഓളജി എന്ന് വെച്ചാൽ പഠനം. അപ്പോൾ ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോ പ്ലസ് ഓളജി, ഓട്ടോളജി. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ എന്ത് പറയേണ്ടി വരും? അത് അക്വസ്റ്റിക്സ് എന്ന് പറയേണ്ടി വരും. പക്ഷെ കേൾവിയെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ ഓഡിയോളജി. അപ്പൊ ഇത് 3 തെറ്റരുത്. ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി, കേൾവിയെ കുറിച്ചുള്ള പഠനം ഓഡിയോളജി, ശബ്ദത്തെ കുറിച്ചുള്ള പഠനം എന്താ? അക്വസ്റ്റിക്സ്. അത് ഫിസിക്സിൽ വരുന്ന കാര്യം. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കാം. അപ്പോ ഈ ചെവിക്ക് ഈ ചിത്രം നോക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ആദ്യം ഈ കേൾവി സാധ്യമാക്കുന്നത് എങ്ങനെ, ശരീരം തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ ആദ്യം ചെവിയുടെ ഭാഗങ്ങളെ കുറിച്ച് വ്യക്തമായൊരു ബോധം വേണം. അപ്പൊ ആദ്യം ആ ഒരു ബോധം ഉണ്ടാക്കിയ ശേഷം നമുക്ക് എങ്ങനെ കേൾവി സാധ്യമാക്കുന്നു, എങ്ങനെ ശരീരം തുലനാവസ്ഥ നിയന്ത്രിക്കുന്നു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ ഈ ചിത്രം നോക്കുന്ന ഒരു വേളയിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും ഇത് നമുക്ക് എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. നോക്കിയാൽ അറിയണമെന്നില്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയും. എന്ന് വെച്ചാൽ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് ഈ 3 ഭാഗം എന്ന് ചോദിച്ചാൽ, ഈ ബ്ലാക്ക് ഇതുവരെയുള്ള ഭാഗം, ഇത്രയും ഭാഗം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് ബാഹ്യകർണം, ഔട്ടർ ഇയർ എന്ന് പറയും. അപ്പൊ ബാഹ്യകർണം, ഔട്ടർ ഇയർ, ബാഹ്യം എന്ന് വെച്ചാൽ പുറമേയുള്ള ചെവിയുടെ ഭാഗം. അപ്പൊ നിങ്ങൾക്കറിയാം, അങ്ങനെയാണെങ്കിൽ ബാഹ്യകർണത്തിന്റെ കുറച്ച് ഭാഗങ്ങളായിരിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിൽ പുറത്ത് കാണാൻ കഴിയുക. അപ്പൊ ഇതൊക്കെ ബാഹ്യകർണത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്രയും ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? ബാഹ്യകർണം, ഔട്ടർ ഇയർ. അപ്പൊ ഈ ബാഹ്യകർണത്തിൽ എന്തൊക്കെ കാണും? നിങ്ങൾ നോക്കുമ്പോൾ, അല്ല കണ്ണാടിയിൽ നോക്കുമ്പോൾ, നിങ്ങളെ നോക്കുമ്പോൾ പുറമേ കാണുന്ന ഭാഗങ്ങളെല്ലാം ബാഹ്യകർണത്തിന്റെ ഭാഗം. അപ്പൊ ഒന്ന് ചെവിക്കൂട. അപ്പൊ ഈ ഭാഗമാണെന്ത്? ചെവിക്കൂട. ഇംഗ്ലീഷിൽ പിന്ന എന്ന് പറയും, ചെവിക്കൂട. അപ്പൊ ബാഹ്യകർണത്തിന്റെ ഒരു ഭാഗമാണെന്ത്? ചെവിക്കൂട. പിന്നെ നമ്മള് വിരലിങ്ങനെ ഇടുമ്പോഴോ അല്ലെങ്കിൽ സേഫ്റ്റി പിൻ കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തുമ്പോൾ ഇറങ്ങി പോകുന്ന ഭാഗമാണ് കർണനാളം. അതാണ് ഈ ഭാഗം. ഇത്രയും ഭാഗമാണെന്ത്? കർണനാളം എന്ന് പറയുന്നത്. അപ്പൊ ഈ കർണനാളത്തിന്റെ പ്രത്യേകത, അവിടെ സെർമിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉണ്ട്. സെർമിനൽ ഗ്ലാൻഡ് ഒരു ഗ്രന്ഥിയാണ്, സെർമിനൽ ഗ്ലാൻഡ്. അത് സെറുമിൻ ഉൽപ്പാദിപ്പിക്കും. എന്ന് വെച്ചാൽ ചെവിക്കായം ഉൽപ്പാദിപ്പിക്കും. അതൊക്കെ നിങ്ങൾ സൂചിപ്പിനൊക്കെ എടുത്ത് തോണ്ടിയെടുക്കുമ്പോൾ അതൊക്കെ കിട്ടും, അത് നിങ്ങൾക്ക് അറിയും. അപ്പൊ സെർമിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താ? സെറുമൻ, അല്ലെങ്കിൽ സെറുമൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണെന്ന് ചോദിച്ചാൽ സെർമിനൽ ഗ്ലാൻഡ്. അപ്പൊ സെർമിനൽ ഗ്ലാൻഡ് എവിടെ കാണും? ഈ ഒരു കർണനാളത്തിൽ കാണും. കർണനാളം, ഇയർ കനാൽ എന്നൊക്കെ തന്നെ പറയും. സെർമിനൽ ഗ്രന്ഥി സെർമിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ കർണനാളത്തിൽ രോമകൂപങ്ങളും ഉണ്ടാവും. എന്തിനാണ് ഈ രോമകൂപങ്ങൾ കർണനാളത്തിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ, പൊടിപടലങ്ങളെയും ചെറു പ്രാണികളെയും എല്ലാം അകത്തേക്ക് കടക്കുന്നത് തടയുക. രോമകൂപങ്ങളിൽ തട്ടി പൊടിപടലങ്ങളൊക്കെ ഉള്ളിലേക്ക് കടക്കാതെ ചെവിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇപ്പോ സെറുമൻ ആണെങ്കിൽ അതൊരു മെഴുകല്ലേ, ചെവിക്കായം എന്ന് പറയും. അത് നിങ്ങൾക്കറിയാം, നിങ്ങളെ സെറ്റിപ്പിനൊക്കെ വെച്ചെടുക്കുന്ന സാധനമാണ് ചെവിക്കായം. അതുള്ളിലേക്ക് പോകുന്ന സൂക്ഷ്മ ജീവികളെ എല്ലാം പറ്റിപ്പിടിച്ച് അത് ഒട്ടിപ്പിടിക്കുക, ജീവികളൊക്കെ നശിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള സെറുമനും രോമകൂപങ്ങളും എല്ലാം എവിടെയുണ്ട്? ഈ ഒരു കർണനാളത്തിലുണ്ട്. അപ്പൊ ആദ്യത്തെ ഭാഗം ചെവിക്കൂട,
പിന്നെ വരുന്ന ഈ ഒരു ഭാഗമാണ് ഇയർ കനൽ അഥവാ കർണനാളം. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതാ കർണനാളം. പിന്നെ ഈ പച്ചയിൽ ഇങ്ങനെ ചെരിച്ച് വരച്ചിരിക്കുന്ന ആ സാധനമാണ് എന്താ കർണപടം അഥവാ ഇയർ ഡ്രം. ഈ ഭാഗമാണ് ഇയർ ഡ്രം. അത് നിങ്ങൾക്കറിയാം, അധികം ഉള്ളിലേക്ക് സൂചിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇയർ ഡ്രമ്മിൽ തട്ടും, അല്ലെങ്കിൽ നല്ല ഒച്ചയിൽ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഇയർ ഡ്രമ്മിന് കേടാണ്, വെടിക്കെട്ട് കാണുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ബാഹ്യകർണത്തിന്റെ ഭാഗമായ 3 ഭാഗങ്ങളാണ്. ഒന്ന് ചെവിക്കൂട, പിന്നെ ഏതാ 2 കർണനാളം, 3 ഏതാ കർണപടം. അപ്പൊ ഈ കർണപടത്തിൽ വെച്ച് ഈ ഒരു പട്ടത്തിൽ വരച്ചിരിക്കുന്ന ഭാഗമാണ് കർണപടം. ആ കർണപടത്തിൽ വെച്ച് എന്ത് അവസാനിക്കുന്നു? ബാഹ്യകർണം എന്ന ഭാഗം അവസാനിക്കുന്നു. അപ്പൊ ബാഹ്യകർണം കഴിഞ്ഞാൽ ഇനി അടുത്ത ഭാഗം ഏതാ? മധ്യകർണം അല്ലെ, മിഡിൽ ഇയർ. ബാഹ്യം കഴിഞ്ഞാൽ മിഡ്. അപ്പോ ഈ ഇയർ ഡ്രം കഴിഞ്ഞു വരുന്ന ഈ ഭാഗമാണ് ഇയർ ഡ്രം. ഞാൻ പച്ചയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, മാഞ്ഞു പോകും, ഞാൻ അവിടെ നൂല് വരയ്ക്കുന്നത്. അപ്പൊ ഇയർ ഡ്രം കഴിഞ്ഞു വരുന്ന കുറച്ച് ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മധ്യകർണം അഥവാ മിഡിൽ ഇയർ. മധ്യകർണം എന്ന് പറയുന്നത് ഇത്ര ഭാഗം, ഇവിടെ ഒരു ചോപ്പിയുടെ ഡോട്ട് കണ്ടില്ല, ഇവിടെ നിന്ന് ഈ ഒരു നീലമച്ച ഇത്ര ഭാഗമാണെന്ത് മധ്യകർണം എന്ന് പറയുന്ന ഭാഗം. ഈ മധ്യകർണം ഒരു വായു അറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വായു അറ, ഊതി ഉറപ്പിച്ച പോലെ ഒരു വായു അറയ്ക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ വായു അറയ്ക്കുള്ളിൽ പോയി നോക്കിയാൽ എന്ത് കാണും എന്ന് ചോദിച്ചാൽ അവിടെ 3 പ്രധാനപ്പെട്ട അസ്ഥികൾ കാണും. ആ 3 അസ്ഥി ഒരുപാട് മത്സര പരീക്ഷകളിൽ ചോദിച്ച് അവർക്കും മണ്ണുകപ്പിയുണ്ട്, പഠിച്ച് നമുക്കും മണ്ണുകപ്പിയുണ്ട്. അപ്പൊ അതേതാണ് ഈ മധ്യകർണത്തിന്റെ ഭാഗമായ 3 അസ്ഥികൾ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം. ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് സൂം ചെയ്യുക. ലാപ്ടോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും കാണാം. മൊബൈലിലാകുമ്പോൾ വ്യക്തമായി കാണണമെങ്കിൽ ഒന്ന് സൂം ചെയ്യുക, അല്ലെങ്കിൽ നിർത്തി നോക്കുക, പോസ് ചെയ്ത് നോക്കുക. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു വായു അറയ്ക്കുള്ളിലുള്ള മധ്യകർണത്തിന്റെ ഭാഗമായ 3 അസ്ഥികൾ എന്ന് ചോദിച്ചാൽ അതിൽ ഒരെണ്ണം ഈ നീലയിൽ ഇങ്ങനെ ഔട്ടറിട്ടിരിക്കുന്ന സാധനമാണ്. ഇതാണ് ഏത്? മാലിയസ്. അത് മാലിയസ് എന്ന് പറയുമ്പോ ഈ ചുറ്റികയുടെ ആകൃതി എന്നൊക്കെയാണ് പറയുക. പെട്ടെന്ന് നോക്കുമ്പോൾ ചുറ്റികയുടെ ആകൃതി ഒന്നും തോന്നില്ലെങ്കിലും ആ ചിത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അത് നെറ്റിൽ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ചുറ്റികയുടെ ആകൃതിയൊക്കെ തോന്നും. അപ്പൊ ചുറ്റികയുടെ ആകൃതിയിൽ കാണുന്ന ഈ ഭാഗമാണ് മാലിയസ്. ഓക്കെ, അതിന് തൊട്ടടുത്ത് കാണുന്ന അവിടെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ പച്ച, അതാണെന്ത്? ഇൻകസ്. അത് കൂടക്കല്ലിന്റെ ആകൃതി എന്നാണ് അതിനെ പറയുക. കൂടക്കല്ലിന്റെ ആകൃതി. അപ്പൊ ആ കൂടക്കല്ല് എന്താന്നുള്ളത് എനിക്ക് ഇപ്പൊ കൊടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കുക. കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ള ഒരു അസ്ഥിയാണെന്ത്? ഇൻകസ്. പിന്നെ വന്ന് ഇവിടെ കുതിരസവാരിക്കാരന്റെ പാദം വെക്കുന്ന സാധനമുണ്ട്. അത് ബുക്കിലൊക്കെ കുതിരയുടെ കുളമ്പിന്റെ ആകൃതിയിലുള്ള ലാടത്തിന്റെ ആകൃതി എന്നൊക്കെയാണ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. കുതിര ലാടത്തിന്റെ ആകൃതിയിൽ എന്ന് തന്നെയാണ് PSC ചോദിക്കുക. യഥാർത്ഥത്തിൽ ലാടത്തിന്റെ ആകൃതിയല്ല, കുതിരസവാരിക്കാരന്റെ പാദം വെക്കുന്ന പാദധാര. ഇപ്പൊ കുതിരയുടെ പുറത്ത് ഇരിക്കുമ്പോൾ 2 കാലും അപ്പുറത്ത് ഇട്ടിരിക്കുമ്പോൾ ആ പാദം വെക്കുന്ന ഒരു സാധനമില്ലേ, ഇങ്ങനെ ഉള്ളിൽ വെക്കും നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പാദധാരണ ആകൃതിയിലുള്ള, അല്ലെങ്കിൽ PSC ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ കുതിര ലാടത്തിന്റെ ആകൃതിയിലുള്ള അസ്ഥിയാണ് ഈ സാധനം. അതാണ് സ്റ്റേപ്പിസ്. അപ്പൊ ഈ മധ്യകർണത്തിൽ 3 അസ്ഥികളാണ്. ആ 3 അസ്ഥികളും ഒരു വായു അറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 3 അസ്ഥി എന്ന് ചോദിച്ചാൽ, 1 ചുറ്റികളുടെ ആകൃതിയിൽ വരുന്ന മാലിയസ്, 2 കൂടക്കല്ലിന്റെ ആകൃതിയിൽ വരുന്ന ഇൻകസ്, 3 ഏതാ? കുതിര സവാരിക്കാരന്റെ പാദധാര അല്ലെങ്കിൽ കുതിര ലാടത്തിന്റെ ആകൃതിയിൽ എന്ന് ചോദിക്കുന്ന സ്റ്റേപ്പിസ്. ഈ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അത് ഒരുപാട് PSCക്ക് ചോദിച്ചത് അതാണ് സ്റ്റേപ്പിസ്. ഏറ്റവും കുഞ്ഞ അസ്ഥിയാണ്, ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേപ്പിസ്. അപ്പൊ സ്റ്റേപ്പിസിനെ പൊതിഞ്ഞിരിക്കുന്ന പേശി എന്തായിരിക്കും? സ്റ്റേപ്പിസ് ഒരു അസ്ഥിയാണെങ്കിൽ അതിനൊരു പേശി പൊതിഞ്ഞുണ്ടാവും. അപ്പൊ സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥിയെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ആ സ്റ്റേപ്പിസിനെ പൊതിഞ്ഞിരിക്കുന്ന പേശിയായിരിക്കും. അപ്പൊ ആ സ്റ്റേപ്പിസ് എന്ന ആ ഒരു അസ്ഥി പഠിച്ചാൽ ആ പേശിയുടെ പേര് പഠിക്കാൻ സിമ്പിളാണ്, സ്റ്റേപ്പിഡിയസ് അല്ലെ. അപ്പൊ സ്റ്റേപ്പിഡിയസ് എന്ന പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി. ആ പേശി എന്തിനാണ് പൊതിഞ്ഞിരിക്കുന്നത്? സ്റ്റേപ്പിസ് എന്ന് വിളിക്കുന്ന അസ്ഥിയെ പൊതിഞ്ഞിരിക്കുന്നു. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല്, അസ്ഥി, ബോൺ എന്നൊക്കെ ചോദിച്ചാൽ സ്റ്റേപ്പിസ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ മധ്യകർണത്തിൽ വായു അറയിൽ 3 അസ്ഥികൾ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഈ 3 എണ്ണം കൂടിയതാണത് മധ്യകർണം അഥവാ മിഡിൽ ഇയർ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എവിടേക്ക് പോകും? അപ്പൊ ഔട്ടർ ഇയറിലെ ചെവിക്കൂടെ കണ്ടു, അത് നമുക്ക് പുറത്ത് നോക്കി കാണും. പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ വേറെ സെപ്റ്റീവിനൊക്കെ ഇടുമ്പോൾ കർണനാളം, അവിടെ സെർമിനൽ ഗ്ലാൻഡ്, അത് സെർമൻ ചെവിക്കായ ഉൽപ്പാദിപ്പിക്കും. പിന്നെ രോമകൂപങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഇയർ ഡ്രം, കർണപടം,
കർണപടം കഴിഞ്ഞ അപ്പൊ കർണപടം കഴിഞ്ഞ അപ്പൊ തന്നെ എന്താ നേരെ മധ്യകർണത്തിലേക്ക് പോവാ. അപ്പൊ മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണപടം. കാരണം കർണപടം കഴിഞ്ഞതും എന്താണ്, പിന്നെ വരുന്നത് മധ്യകർണം. മധ്യകർണം ഒരു വായു അറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വായു അറയിൽ 3 അസ്ഥികളാണ്. മാരിയസ് ചുറ്റുകലാകൃതി, ഇൻഗസ് കൂടക്കല്ലിന്റെ ആകൃതി, സ്റ്റേപ്പിസ് എന്ത് കുതിര സവാരിക്കാരന്റെ പാദധാര, കുതിര ലാണെന്നൊക്കെ പറയും. പിന്നെ ഇതിൽ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിസിനെ പൊതിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേപ്പിസിന്റെ ഭാഗമായ സ്റ്റേപ്പിഡിയസ് എന്ന് മനസ്സിലാക്കി വെക്കും. അപ്പൊ ഈ ഒരു നീല ഇതാണ് സ്റ്റേപ്പിസ്. ആ സ്റ്റേപ്പിസ് കഴിഞ്ഞാൽ അപ്പൊ ഇത്ര ഭാഗമാണെന്ത് മധ്യകർണം. ഈ ഒരു നീല മുതൽ ഇതുവരെയാണെന്ത് മധ്യകർണം. അപ്പൊ നമ്മള് മധ്യകർണവും അതുപോലെ ബാഹ്യകർണവും മധ്യകർണവും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആന്തരകർണം അഥവാ ഇന്നർ ഇയർ. അപ്പൊ ഇതുവരെയാണ് മധ്യകർണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സ്റ്റേപ്പിസ് കഴിഞ്ഞാൽ എന്ത് കഴിയാണ് മധ്യകർണം കഴിയുക. ഈ സ്റ്റേപ്പിസ് കഴിഞ്ഞ് ചോപ്പ് ഡോട്ട് ഇല്ലേ അവിടെ മുതൽ വരുന്ന ഭാഗമാണ് ആന്തരകർണം അഥവാ ഇന്നർ ലെയർ. ഈ ആന്തരകർണം മുഴുവനും ഒരു അസ്ഥി ശൃംഖലയാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം അത് അത്ര ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. കേൾവി ശക്തി സാധ്യമാക്കുന്ന പലതും ഇതിന്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒരു അസ്ഥി ശൃംഖലയിൽ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ആന്തരകർണം എന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഈ ആന്തരകർണത്തിൽ തന്നെ 2 ദ്രവങ്ങളുണ്ട്. ഒന്ന് പെരിലിംഫ്, പിന്നെ ഏതാ എൻഡോലിംഫ്. ഈ ദ്രവങ്ങളിലാണ് ഈ ആന്തരകർണം എന്ന ഭാഗം നിലകൊള്ളുന്നത്. കാരണം മറ്റ് എന്തെങ്കിലും ക്ഷതങ്ങളിൽ നിന്നൊക്കെ എവിടെങ്കിലൊക്കെ ഇടിച്ചു വീഴുക അങ്ങനെ വല്ല ക്ഷതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആന്തരകർണത്തെ ഈ പെരിലിംഫ് എൻഡോലിംഫ് തുടങ്ങിയ 2 ദ്രവങ്ങളിൽ നിലനിർത്താൻ കാരണം. അപ്പൊ അസ്ഥി ശൃംഖലയിലുള്ള ഭാഗം കാരണം കേൾവി ശക്തി സാധ്യമാക്കുന്ന ഓർഗൻ ഓഫ് കോർട്ടി ശബ്ദഗ്രാഹികൾ ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ഈ ഒരു ആന്തരകർണം. അവിടെ 2 ദ്രാവകങ്ങൾ കാണപ്പെടുന്നു. ഒന്ന് പെരിലിംഫ്, രണ്ടെന്താ എൻഡോലിംഫ് തുടങ്ങിയ 2 ദ്രവങ്ങൾ അതിന്റെ ഭാഗം. അപ്പൊ ബാഹ്യകർണത്തിലും മധ്യകർണത്തിലും ഉള്ളതുപോലെ ആന്തരകർണത്തിൽ എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ അവിടെ 3 ഭാഗം തന്നെയാണ്. ഏതൊക്കെയാണ് 3 ഭാഗം എന്ന് ചോദിച്ചാൽ ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം. ഒച്ചിന്റെ പുറന്തോടിന്റെ ആകൃതിയിൽ വരുന്ന കോക്ലിയ. ഇതാണ് ഒച്ചിന്റെ പുറന്തോട്. അതിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ ആകൃതിയിൽ വരുന്ന കോക്ലിയ. കോക്ലിയക്കുള്ളിൽ ഒരു ഭാഗമുണ്ട്, ഓർഗൻ ഓഫ് കോർട്ടി എന്നൊരു ഭാഗമുണ്ട്. അതിന്റെ ഭാഗമാണ് ശബ്ദഗ്രാഹികൾ. ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സിഗ്നലുകൾ ഉണ്ടാക്കുന്ന ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഓർഗൻ ഓഫ് കോർട്ടിയുടെ ഭാഗത്താണ്. ഓക്കെ, അപ്പൊ കോക്ലിയയിൽ ഓർഗൻ ഓഫ് കോർട്ടി ഉണ്ട്, അവിടെ ശബ്ദഗ്രാഹികൾ. അപ്പൊ അവിടെ സിഗ്നൽ എത്തിയിട്ട് വേണം ഈ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാൻ. അതൊക്കെ നമുക്ക് പറയാം, ഇപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പൊ ഇത് കോക്ലിയ, ഒച്ചിന്റെ പുറന്തോടിന്റെ ആകൃതിയിൽ വരുന്ന ഒരു ഭാഗമാണിത് കോക്ലിയ. പിന്നെ ഒരു ഭാഗം നോക്കുമ്പോൾ തന്നെ അറിയാം അർദ്ധവൃത്താകാര കോഴികൾ. കാരണം ഇത് മൊത്തം വൃത്തല്ല, കുറച്ച് ചെറിയ വൃത്തങ്ങളാണ്, പാതി. അപ്പൊ അർദ്ധവൃത്താകാര കോഴികൾ 3 കോഴികളുണ്ട്. അർദ്ധവൃത്താകാര കോഴികൾ അതിന്റെ ഭാഗമാണ്. അതുകൂടാതെ ഈ ഒരു പച്ച ഒരു ഡോട്ട് കണ്ടില്ലേ, ഒരു മുഴ പോലെ, അതും പിന്നെ ഇവിടെ ഒരു നീല ഒരു ഇത് കണ്ടില്ലേ. അപ്പൊ ഞാൻ അങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ കളർ കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര ഭാഗം. അപ്പൊ ഈ ഒരു ഫുൾ ഭാഗം, ഈ ഒരു പച്ചയും ഈ നീലയും ഇവിടെ ഉള്ളിൽ വെള്ളയിന്. അപ്പൊ ഈ 2ഉം കൂടി ചേർന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. ഇതും കൂടി ഈ വെസ്റ്റിബ്യൂള് ഇതിനെ വിളിക്കുന്ന പേര് ഇത് കോക്ലിയന്റെ ഭാഗം. നോക്കി അറിയാം, ഇതല്ല കോക്ലിയ. അപ്പൊ കോക്ലിയയിൽ തന്നെ ചേർന്നിരിക്കുന്ന ഭാഗമാണ് അതിനെ വിളിക്കുന്ന പേര് സാക്യൂൾ. ഈ ഒരു ഔട്ടർ അല്ലേ ഇവിടുന്ന്, ഇതാണ് യൂട്രിക്കിൾ. ഈ സാക്യൂളും യൂട്രിക്കിളും ചേർന്ന ഭാഗമാണ് വെസ്റ്റിബ്യൂൾ. സാക്യൂള് കോക്ലിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ആ സാക്യൂള് തൊട്ടിരിക്കുന്നത് ചേർന്നിരിക്കുന്ന കണക്ട് ചെയ്തിരിക്കുന്ന യൂട്രിക്കിൾ. അപ്പൊ യൂട്രിക്കിളും സാക്യൂളും കൂടി ചേരുന്ന ആ മൊത്തം ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. ചുരുക്കി പറഞ്ഞ വെസ്റ്റിബ്യൂളിന്റെ മുകൾ ഭാഗം ഇതാണ്. ഇത് 2ഉം കൂടി വെസ്റ്റിബ്യൂൾ എന്ന് വെച്ചാൽ വെസ്റ്റിബ്യൂളിന്റെ മുകൾ ഭാഗം യൂട്രിക്കിൾ, വെസ്റ്റിബ്യൂളിന്റെ താഴെ ഭാഗം എന്താ സാക്യൂൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ വെസ്റ്റിബ്യൂൾ കുഴലുണ്ട്, വെസ്റ്റിബ്യൂൾ കനാല് ഒരു കുഴൽ അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കോക്ലിയയ്ക്കും ഒരു കുഴല് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇന്നർ ഇയർ എന്ന് പറഞ്ഞാൽ ആന്തരകർണം എന്ന് വെച്ചാൽ ഒരു അസ്ഥി ശൃംഖലയിൽ അത് നിലകൊള്ളുന്നു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. കാരണം അത്രയും ശബ്ദഗ്രാഹികളൊക്കെ ഉള്ള സ്ഥലമാണ്, കേൾവി സാധ്യമാക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഇന്നർ ഇയർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പൊ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് അസ്ഥി ശൃംഖലയിൽ അത് സ്ഥിതി ചെയ്യുന്നു. ആ അസ്ഥി ശൃംഖലയ്ക്ക് അകത്ത് ഇന്നർ ഇയറിന്റെ ഭാഗമായിട്ട് പെരിലിംഫ് എൻഡോലിംഫ് തുടങ്ങിയ 2 ദ്രവങ്ങളുണ്ട്. ഇടിച്ചു വീഴുമ്പോഴൊക്കെ മറ്റ് ക്ഷതങ്ങളിൽ നിന്നും അത് ആ ഭാഗത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ ദ്രവങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കർമ്മം. അല്ലാതെ വേറെ കർമ്മങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കണ്ട. എൻഡോലിംഫ് പെരിലിംഫ് തുടങ്ങിയ 2 ദ്രവങ്ങൾ അതിന്റെ ഭാഗത്തുണ്ട്. ഈ ഒരു അർദ്ധവൃത്താകാര കോഴിന്റെ ഭാഗമായിട്ട് പെരിലിംഫാണ്. ഈ കോക്ലിയുടെ ഏറ്റവും പുറം ഭാഗത്ത് പെരിലിംഫ്, ഏറ്റവും ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻഡോലിംഫ്. പെരി എന്ന് വെച്ചാൽ പുറത്തല്ലേ, എൻഡോ എന്ന് വെച്ചാൽ ഉള്ളിൽ. അപ്പൊ ഇന്നർ ഇയർ ആന്തരകർണത്തിന്റെ ഭാഗമായിട്ട് 3 ഭാഗം. ഒന്ന് കോക്ലിയ,
ഈ രണ്ട് ഭാഗങ്ങളും കൂടി ഈ സാക്യോളും യൂട്രിക്കിളും കൂടിയ വെസ്റ്റിബ്യൂൾ. 3 ഏതാ? അർദ്ധവൃത്താകാര കുഴലുകൾ. അങ്ങനെ മൂന്ന് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യകർണം പിന്നെന്താ ബാഹ്യകർണം പിന്നെ ഏതാ? മധ്യകർണം പിന്നെന്താ? ആന്തരകർണം. അപ്പൊ ബാഹ്യകർണത്തിന്റെ ഭാഗമായി നമ്മൾ എന്തൊക്കെ കണ്ടു? ചെവിക്കൂട. അപ്പൊ പുറത്തു കാണുന്ന ഭാഗം ചെവിക്കൂട. പിന്നെ കർണനാളം, ഇതിന്റെ നാളം, അവിടെ സെറുമിനൽ ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന ചെവിക്കായം സെറുമൻ. പിന്നെ രോമകൂപങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് പൊടിപടലങ്ങളെയൊക്കെ തടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് എന്താ? ഇയർ ഡ്രം അഥവാ കർണപടം. കർണപടം കഴിഞ്ഞാൽ അടുത്തത് മാലിയസ് ആണ്. മാലിയസ് മുതൽ എന്താ വരുന്നത്? അസ്ഥിയാണ് മുതൽ മധ്യകർണം. അപ്പൊ കർണപടം മാലിയസുമായി ചേർന്നിരിക്കുന്നു. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, കർണപടത്തോട് ചേർന്നിരിക്കുന്ന അസ്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിയസ്. അപ്പൊ മാലിയസ് മുതൽ മധ്യകർണമാണ്. മധ്യകർണവും ബാഹ്യകർണത്തെ അപ്പൊ മധ്യകർണത്തിൽ വേർതിരിക്കുന്നത് എന്താ? ഇയർ ഡ്രം ആയിരിക്കും. അപ്പൊ മധ്യകർണം ഒരു വായു അറയിലാണ്. 3 അസ്ഥികളാണ്: മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. മാലിയസ് എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞത് എന്താ? ചുറ്റുകളാകൃതി. ഇൻഗസ് എന്ന് വെച്ചാൽ കൂടക്കല്ല്, അത് നിങ്ങൾ ആ ഫോട്ടോ നോക്കണം ഗൂഗിളിൽ. സ്റ്റേപ്പിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരസവാരിക്കാരന്റെ പാദധാര, അല്ലെങ്കിൽ കുതിര ലാടന്ന് ചോദിക്കുക. ശരിക്കും ലാടന്ന് തെറ്റാണ്, PSC അങ്ങനെ ചോദിക്കുക. പക്ഷെ ശരിക്കും കുതിരസവാരിക്കാരന്റെ പാദധാര, കുതിരപ്പുറത്തിരിക്കുമ്പോൾ പാദം വെക്കുന്ന ആ ഒരു ക്ലിപ്പില്ലേ, അതിന്റെ ആകൃതിയിൽ വരുന്ന സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ഏറ്റവും ചെറിയ അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ. സ്റ്റെപ്പിഡിയസ് അതിന്റെ പേശി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണ് സ്റ്റെപ്പിഡിയസ്. അപ്പൊ സ്റ്റേപ്പിസ് മുട്ടിയിരിക്കുന്നത് ഈ ഭാഗത്ത് എന്താ വിളിക്കുക? വെസ്റ്റിബ്യൂൾ. ഈ രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂളിന്റെ ഭാഗമായ ഇതാണ് ഓവൽ വിൻഡോ. ഈ ചോപ്പ് ഡോട്ടില് അത് ഈ വെസ്റ്റിബ്യൂളിന്റെ ഭാഗമാണ് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോയിലേക്കാണ് ഈ സ്റ്റേപ്പിസ് കണക്ട് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിബ്യൂളിന്റെ ഓവൽ വിൻഡോയിലേക്ക് മുട്ടിയിരിക്കുന്ന ഭാഗമാണ് സ്റ്റേപ്പിസ്. അപ്പൊ അവിടെ മുതൽ ഈ ചോപ്പ് മുതൽ ഈ ഓവൽ വിൻഡോ മുതൽ അങ്ങോട്ട് ആന്തരിക കർണം, ഇന്നർ ഇയർ ആണ്. അവിടെ 3 ഭാഗമുണ്ട്. ഒന്ന് അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂളില് ഏതൊക്കെയുണ്ട്? വെസ്റ്റിബ്യൂളിന്റെ താഴെ ഭാഗം സാക്യൂൾ, ഈ പച്ച, അത് കോക്ലിയുമായി ബന്ധപ്പെട്ട ഭാഗം. പിന്നെ യൂട്രിക്കൽ, അത് മോൾ ഭാഗം. പിന്നെ കോക്ലിയ എന്നൊരു ഭാഗമുണ്ട്. കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോർട്ടി എന്നൊരു ഭാഗമുണ്ട്. അവിടെ ശബ്ദഗ്രാഹികളുണ്ട്. പിന്നെ എൻഡോലിംഫ്, പെരിലിംഫ് തുടങ്ങിയ ദ്രവങ്ങളിലാണ് ഈ ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് കേൾവി എന്ന അനുഭവം എങ്ങനെ സാധ്യമാക്കുന്നു എന്നതിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഈ ഒരു 3 ഭാഗം ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാഹ്യകർണം, ഔട്ടർ ഇയർ, അതുപോലെ തന്നെ മധ്യകർണം പഠിച്ചു, അതുപോലെ ആന്തരകർണം പഠിച്ചു. ഇതിലൊക്കെ 3 ഭാഗങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പഠിച്ചു. ഇനി എങ്ങനെ ഈ കേൾവി എന്ന ഈ അനുഭവം, ആ സുഖം എങ്ങനെ സാധ്യമാവുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ശബ്ദം എവിടെയെങ്കിലും ഉണ്ടായി, എന്തെങ്കിലും സൗണ്ട് ഉണ്ടായി. അപ്പോ ആ ശബ്ദത്തെ ആര് തടുക്കും? ചെവിക്കൂട. ഇതല്ലേ ചെവിക്കൂട? നമ്മുടെ ആകെ പുറത്ത് കാണുന്ന ഒറ്റ ഭാഗമുള്ളൂ ചെവിയുടെ. ഏതാ? ചെവിക്കൂട. പുറമെ കാണുന്നത് പെട്ടെന്ന് നോക്കിയാൽ, ഉള്ളിലേക്ക് നോക്കിയാൽ കനാല് കാണും. ആ ചെവിക്കൂട ഈ ശബ്ദത്തെ തടുക്കും. കാരണം ഈ എയർ രൂപത്തിലാണല്ലോ അത് വരിക, തടുക്കും. അപ്പൊ തടുത്ത ഈ ഒരു എയറിനെ ഈ ചെവിക്കൂട എന്ത് ചെയ്യും? കർണനാളത്തിലേക്ക്, ഇയർ കനാലിലേക്ക് ഇത് കടത്തിവിടും. കാരണം ചെവിക്കൂട കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ഏതാ? കർണനാളം, ഇയർ കനാല്. ഈ എയർ അശുദ്ധമായിരിക്കും. ശുദ്ധമാവില്ല. കാരണം ആ എയറിൽ പൊടിപടലങ്ങൾ ഉണ്ടാവും, സൂക്ഷ്മജീവികൾ, അതായത് ബാക്ടീരിയ പോലത്തെ സൂക്ഷ്മ ജീവികൾ, അങ്ങനെ പലതും നമുക്ക് കണ്ണിൽ കാണാത്ത ജീവികളും പൊടിപടലങ്ങളും അങ്ങനെ പല അഴുക്കുകളും ആ ഒരു എയറിലുണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കർണനാളത്തിന്റെ ഭാഗമായിട്ട് രോമകൂപങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞു. അതുകൂടാതെ സെറിമിനൽ ഗ്ലാൻഡ്, മെഴുകുഗ്രന്ഥി എന്നാണ് ശരിക്കും മലയാളം പറയുക. അത് ഉത്പാദിപ്പിക്കുന്ന ചെവിക്കായം, മെഴുക് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കർണനാളത്തിൽ. അപ്പൊ ഈ പൊല്യൂട്ടഡ് ആയ ഈ എയറില് ഈ പൊടിപടലങ്ങളെയും അങ്ങനെയുള്ള മറ്റ് വസ്തുക്കളെയും ഈ രോമകൂപങ്ങളിൽ തട്ടി ആ പൊടിപടലങ്ങളെല്ലാം ഈ രോമകൂപങ്ങൾ തടുക്കും, ശുദ്ധീകരിക്കും. അതുപോലെ തന്നെ ഈ മെഴുക് ഗ്രന്ഥികൾ എന്ത് ചെയ്യും? ആ മെഴുകിൽ പല ജീവികളും ഒട്ടിപ്പിടിക്കും. അങ്ങനെ ആ ജീവികളെയും അത് കൊല്ലും, പിന്നെ അത് നശിപ്പിക്കും. അതിനുള്ള കഴിവുകളൊക്കെ ഈ മെഴുക് ഗ്രന്ഥികൾക്കുണ്ട്, ഈ മെഴുകിനുണ്ട് ചെവിക്കായത്തിന്. അങ്ങനെ ശുദ്ധമായ രൂപത്തിലുള്ള ഒരു എയർ, അത് ശരിക്കും ശബ്ദം എന്ന് പറയാം, അല്ലെങ്കിൽ എയർ എന്ന് പറയാം. ആ എയർ എവിടെ എത്തും? ഈ ഇയർ കനാല്, കർണനാളം കഴിഞ്ഞ് ഈ പച്ചക്കറിലുള്ള സാധനം നമ്മൾ പറഞ്ഞിട്ട് കർണപടം, ഇയർ ഡ്രമ്മിലെത്തും. ഇയർ ഡ്രമ്മിൽ പോയിട്ട് തട്ടുമ്പോൾ ആ ഇയർ ഡ്രം കമ്പനം ചെയ്യും. കമ്പനം പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യും. ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, അതായത് കർണപടം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കർണപടത്തിൽ തൊട്ട് കിടക്കുന്ന ഭാഗം ഏതാ? ചുറ്റികളാകൃതിയുള്ള മാലിയസ് എന്ന അസ്ഥിയാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയർ ഡ്രം വൈബ്രേറ്റ് ആകുമ്പോൾ ഇയർ ഡ്രമ്മിൽ തൊട്ട് കിടക്കുന്നത് എന്തോ അത് വൈബ്രേറ്റ് ആവും, കമ്പനാവും. അപ്പൊ മാലിയസും ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. മാലിയസ് എന്ന അസ്ഥി കമ്പനം ചെയ്യുമ്പോൾ മാലിയസിൽ തൊട്ട് കിടക്കുന്ന ഇൻഗസ്, എന്താ കുടക്കലിന്റെ ആകൃതിയിലുള്ള ഇൻഗസ് എന്ന അസ്ഥിയും എന്ത് ചെയ്യും? കമ്പനം ചെയ്യും.
ഇൻകസ് കമ്പനം ചെയ്യുമ്പോൾ അതിൽ തൊട്ട് കിടക്കുന്ന സ്റ്റേപ്പീസ്, ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ സ്റ്റേപ്പീസ്, ആ സ്റ്റേപ്പീസും എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. അങ്ങനെ സ്റ്റേപ്പീസും മാരിയസും ഇൻകസും സ്റ്റേപ്പീസും എല്ലാം കമ്പനം ചെയ്ത് ആ ഒരു ശബ്ദത്തെ, ശബ്ദം ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാവുന്നതേ ഉള്ളൂ, ആ ഒരു എയറിനെ നേരെ എവിടേക്ക് വിടും? കോക്ലിയയിലേക്ക് കടത്തി വിടും. കോക്ലിയ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കോക്ലിയന്റെ പുറം ഭാഗത്ത്, ഉപരിഭാഗത്ത് പെരിലിംഫ് എന്ന ഒരു ദ്രാവകമുണ്ട്. ഉൾഭാഗത്ത്, ഏറ്റവും ഉൾഭാഗത്ത് എൻഡോലിംഫ് എന്നൊരു ദ്രാവകമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പെരിലിംഫ് എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. പെരിലിംഫ് കമ്പനം ചെയ്യുമ്പോൾ എൻഡോലിംഫും കമ്പനം ചെയ്യും. അങ്ങനെ കോക്ലിയയിലൂടെ ഈ ഒരു എയർ ഇങ്ങനെ സഞ്ചരിച്ച് കോക്ലിയയുടെ സെന്ററിലെത്തും. അവിടെയാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഒരു ഭാഗം എവിടെയുണ്ട്? കോക്ലിയറുണ്ട്. അപ്പൊ കോക്ലിയർ ഏറ്റവും സെന്ററിലുള്ള ഒരു ഭാഗമാണെന്ത്? ഓർഗൻ ഓഫ് കോർട്ടി. ആ ഓർഗൻ ഓഫ് കോർട്ടിയിൽ ഒരുപാട് ശബ്ദഗ്രാഹികളുണ്ട്. അപ്പൊ ഈ ഓർഗൻ ഓഫ് കോർട്ടിയിലെ ഈ ശബ്ദഗ്രാഹിയിലേക്ക് ഈ ശുദ്ധരൂപത്തിലുള്ള ഈ ഒരു എയർ അവിടെ ചെന്നെത്തും. അപ്പൊ ഈ ശബ്ദഗ്രാഹികൾ തയ്യാറെടുക്കും. എന്താ? ഈ ഒരു ശുദ്ധമായ എയറിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ ശബ്ദഗ്രാഹികൾ തയ്യാറെടുക്കും. അങ്ങനെ ഈ ശബ്ദഗ്രാഹികൾ ഇതിനെ സ്വീകരിക്കും. എന്തുണ്ടാവും? സിഗ്നൽസ് പുറപ്പെടുവിക്കും. എന്നുവെച്ചാൽ ആവേഗം, ഒരു സിഗ്നൽ, അങ്ങനെ മനസ്സിലാക്കി, എന്തോ ഒരു സിഗ്നൽ പുറപ്പെടുവിക്കും. ഇപ്പോഴും നമുക്ക് അത് ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, കാരണം തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ശബ്ദഗ്രാഹികൾ എത്തി, ഇനിയിപ്പോ ശബ്ദമാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയമുള്ളൂ. അപ്പൊ ഓർഗൻ ഓഫ് കോർട്ടിയിലെ ശബ്ദഗ്രാഹികൾ ഈ ഒരു എയറിനെ സ്വീകരിച്ച് ആവേഗം, അത് സിഗ്നൽ ആയിട്ട് നേരെ എവിടേക്ക് കൊടുക്കും? നേരെ സെറിബ്രത്തിലേക്ക് കൊടുക്കും. ഏത് വഴിക്ക്? ഇത് കോക്ലിയ അല്ലേ? ഇതാണ് കോക്ലിയർ നെർവ്. ആ കോക്ലിയർ നെർവിലൂടെ എവിടേക്ക് എത്തും? ഇതിനുള്ളിൽ കൂടെ പോയിട്ട് സെറിബ്രത്തിലെത്തും. സെറിബ്രം ഈ ഒരു സിഗ്നൽ ശബ്ദമാണെന്ന് നമ്മളെ തിരിച്ചറിയിക്കും. അതുവരെ നമുക്കിത് ശബ്ദമല്ല, സെറിബ്രം നമ്മളെ മനസ്സിലാക്കി തരും ഇതൊരു ശബ്ദമാണ്. അപ്പൊ നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് ആ ശബ്ദം വന്നത്? അപ്പൊ നമുക്ക് രണ്ട് ചെവി ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായി നമുക്കത് ഏത് ഭാഗത്തുള്ള സൗണ്ടാണ് ഏറ്റവും ഉച്ചത്തിൽ കേട്ടത് എന്ന് മനസ്സിലാക്കി തരും ഏത്? സെറിബ്രം. അപ്പൊ ഇതൊരു ശബ്ദമാണ്, ഏത് ഭാഗത്ത് നിന്നാണ് ആ ശബ്ദം നമുക്ക് വന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആര് തരും? സെറിബ്രം നമുക്ക് തരും. എന്ന് വെച്ചാൽ കേൾവി എന്ന ആ അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ അവയവം ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സെറിബ്രം എന്നാണ് ഉത്തരം. കേൾവി സാധ്യമാക്കുന്ന ചെവിയാണ്. ചെവിയിലെ ഏത് ഭാഗത്ത് ആണ് ഈ കേൾവി സാധ്യമാക്കുന്നത് ചോദിച്ചാൽ കോക്ലിയ. കോക്ലിയയുടെ ഏത് ഭാഗത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് ഉത്തരം എഴുതേണ്ടി വരും. ഇനി കേൾവി എന്ന അനുഭവം നമുക്ക് സ്വായത്തമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ സെറിബ്രം എന്ന് പറയേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായും ഇത്രയേ ഉള്ളൂ. ചെവിക്കൂട ആ ഒരു എയറിനെ തടുക്കും. ആ ശബ്ദം വരുന്ന ആ ഭാഗത്ത്, എവിടുന്നാണ് ശബ്ദം വരുന്നത് ആ ശബ്ദത്തെ തടുക്കും. ആ എയറിനെ എവിടേക്ക് കടത്തിവിടും? നേരെ കർണനാളത്തിലേക്ക്, ഇയർ കനാലിലേക്ക് ഇത് കടത്തിവിടും. ആ പൊല്യൂട്ടഡ് ആയ ശബ്ദത്തെ ഇയർ കനാൽ ശുദ്ധീകരിക്കും. കാരണം അതില് പൊല്യൂട്ടഡ് ആയ ഒരുപാട് ജീവികൾ, സൂക്ഷ്മജീവികളും പൊടിപടലങ്ങളും ഉണ്ട്. അപ്പൊ ഈ രോമകൂപങ്ങളിലും മെഴുകുഗ്രന്ഥികളിലൊക്കെ തട്ടി അതൊക്കെ ശുദ്ധീകരിച്ച് നേരെ കർണപടത്തിലെത്തും. കർണപടം കമ്പനം ചെയ്യുമ്പോൾ കർണപടത്തിന് അടുത്ത് കിടക്കുന്ന മാരിയസ് കമ്പനം ചെയ്യും, ഇൻകസ് എന്ന അസ്ഥി കമ്പനം ചെയ്യും, സ്റ്റേപ്പീസ് കമ്പനം ചെയ്യും. അങ്ങനെ കോക്ലിയയിലേക്ക് എത്തും. കോക്ലിയയിലേക്ക് എത്തുമ്പോൾ ആദ്യം കോക്ലിയയുടെ ഉപരിതലത്തിലുള്ള ഒരു ദ്രവം, പെരിലിംഫ്, അത് കമ്പനം ചെയ്യും. എൻഡോലിംഫ് കമ്പനം ചെയ്ത് നേരെ മധ്യഭാഗത്തുള്ള ഓർഗൻ ഓഫ് കോർട്ടിയിലെത്തും. ഓർഗൻ ഓഫ് കോർട്ടിയുടെ പ്രത്യേകത അവിടെയാണ് ശബ്ദഗ്രാഹി. അപ്പൊ ഈ ഒരു എയറിനെ അത് സ്വീകരിക്കും. അത് സ്വീകരിച്ച് നേരെ സിഗ്നൽ ആവേഗങ്ങളായി നേരെ കോക്ലിയർ നെർവ് വഴി എവിടേക്ക് കൊടുക്കും? സെറിബ്രത്തിലേക്ക് കൊടുക്കും. അത് ഒരു സെറിബ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ സെറിബ്രം നമുക്ക് മനസ്സിലാക്കി തരും ഇത് ഒരു ശബ്ദമാണ്, ഏത് ദിക്കുന്നാണ് വന്നത് എന്നൊക്കെ സെറിബ്രം നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെയാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്ന അങ്ങനെയാണ് നമുക്കൊരു ശബ്ദം മനസ്സിലാവുന്നത്. അപ്പൊ കേൾവി എന്ന അനുഭവം എങ്ങനെ സാധ്യമാകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സെറിബ്രം ആണ് അതിന് നമുക്കത് മനസ്സിലാക്കി തരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യനിൽ ചെവി എന്ന് പറയുന്നത് കേൾവിക്ക് മാത്രമല്ല, മനുഷ്യന്റെ തുലനാവസ്ഥ നിലനിർത്തുന്നതിലും ചെവി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ രണ്ട് കാര്യങ്ങൾക്കാണ് ചെവി മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ചെവിയുടെ രണ്ട് ദൗത്യങ്ങളാണ്. ഒന്ന് ശബ്ദം കേൾക്കുക എന്നുള്ളത്, രണ്ട് തുലനാവസ്ഥ നിലനിർത്തുക എന്നുള്ളത്. ഇപ്പൊ തുലനാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ശരീരം ബാലൻസ് ചെയ്യുന്നു. ഇപ്പൊ മതിലിന്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മൾ നടക്കുമ്പോൾ വീഴാൻ പോകുമ്പോൾ തല വെച്ചിട്ട് എങ്ങനെ തിരിയുമ്പോൾ ആ വീഴാൻ പോകുന്നതനുസരിച്ച് തല വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സർക്കസുകാര് കയറിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ബാലൻസ് ചെയ്യുന്നത് തല വെച്ചിട്ടാണ്. വീഴാൻ പോകുമ്പോൾ തല ഇങ്ങോട്ട് ചിരിക്കും, തല അങ്ങോട്ട് ചിരിക്കും. എന്ന് വെച്ചാൽ ചെവിയും തലയും കൂടിയുള്ള
ഒരു നിയന്ത്രണമാണ്. ചെവി തല ഈ രണ്ട് ഭാഗം ഉപയോഗിച്ചുള്ള ഒരു കാര്യമാണെന്ത് തുലനാവസ്ഥ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തല ചലിക്കുന്നതിനനുസരിച്ച്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മതിലിന്റെ മുകളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വീഴാൻ പോകുമ്പോൾ തല ഒരു ഭാഗത്തേക്ക് ചലിക്കും, ചിലപ്പോ അങ്ങോട്ടാണ് വീഴാൻ പോകുന്നത് ഇങ്ങനെ ചലിക്കും. അങ്ങനെ പല ഭാഗത്തേക്ക് നമ്മുടെ തലയ്ക്ക് ചലനം ഉണ്ടാവും. ആ ചലനം ഉണ്ടാവുന്നതിനനുസരിച്ച് വൃത്താകാര കുഴലിന്റെ ഭാഗമായ പെരിലിംഫ് എന്ന് വിളിക്കുന്ന ആ ദ്രവവും ചലിക്കും. ഇപ്പോ കോക്ലിയ എന്ന ഭാഗം ശബ്ദവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഇനി പറയാനുള്ള ഇന്നർ ഇയറില് ആന്തരഭാഗത്ത്, ചെവിയുടെ ആന്തരഭാഗത്ത് ഇനി പറയാനുള്ള ഭാഗം അർദ്ധവൃത്താകാര കുഴലും പിന്നെന്താ വെസ്റ്റിബ്യൂളും മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ തല ചലിക്കുന്നതിനനുസരിച്ച് അർദ്ധവൃത്താകാര കുഴലിന്റെ ഭാഗമായ പെരിലിംഫ് എന്ന ഗ്രന്ഥിയും ഒപ്പം ചലിക്കും. ഈ പെരിലിംഫ് എന്ന ദ്രവത്തിന് കമ്പനം ഉണ്ടാവുമ്പോൾ നേരെ വെസ്റ്റിബ്യൂൾ പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വെസ്റ്റിബ്യൂളിന്റെ മോൾ ഭാഗം ഈ ഒരു ഗ്യാപ്പ് അത് യൂട്രിക്കലാണ്. വെസ്റ്റിബ്യൂളിന്റെ താഴെ ഭാഗം അത് കോക്ലിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് സാക്യൂള്. അപ്പൊ വെസ്റ്റിബ്യൂളിന്റെ ഭാഗത്ത് കാൽസ്യം കാർബണേറ്റ് തരികളുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഓട്ടോലിത്ത് എന്നാണ്. ചെറിയ ചെറിയ കാൽസ്യം കാർബണേറ്റ് തരികൾ. ഓട്ടോ എന്ന് വെച്ചാൽ എന്താ? ഗ്രീക്ക് ഭാഷയാണ്. ഗ്രീക്ക് വേറാണ് ഓട്ടോ. ഓട്ടോ എന്ന് വെച്ചാൽ ചെവി. ലിത്ത് എന്ന് വെച്ചാൽ എന്താ? ലിത്തോളജി, ശില, കല്ല്. വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ചെവിക്കല്ല് എന്ന് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ഭാഷ സയന്റിഫിക് വേർഡാണ് ഓട്ടോലിത്ത്, കാൽസ്യം കാർബണേറ്റ് തരികൾ. അപ്പൊ നമ്മൾ തല ചലിക്കുന്നതിനനുസരിച്ച് അർദ്ധവൃത്താകാര കുഴലിന്റെ ഭാഗമായ പെരിലിംഫ് എന്ന ദ്രവത്തിന് കമ്പനം ഉണ്ടാകുമ്പോൾ അതിനൊപ്പം വെസ്റ്റിബ്യൂളിന്റെ ഭാഗമായ കാൽസ്യം കാർബണേറ്റ് തരികളായ ഓട്ടോലിത്തിന് എന്തുണ്ടാവും? കമ്പനം ഉണ്ടാവും, ചലിക്കും. ഓട്ടോലിത്ത് ചലിക്കുമ്പോൾ അതിന്റെ ഭാഗമായ രോമകൂപങ്ങളും ചലിക്കാൻ തുടങ്ങും, കമ്പനം ഉണ്ടാവും. അപ്പൊ രോമകൂപങ്ങൾക്ക് കമ്പനം ഉണ്ടാകുമ്പോൾ അവർ ഒരു സിഗ്നൽ പുറപ്പെടുവിക്കും, ഒരു ആവേഗം. നേരത്തെ കോക്ലിയയില് ഓർഗൻ ഓഫ് കോർട്ടി ഒരു ആവേഗം പുറപ്പെടുവിച്ചില്ലേ, അതുപോലെ ശബ്ദഗ്രാഹികൾ, അതുപോലെ ഇവിടെയും ആ രോമകൂപങ്ങൾ ചലിക്കുമ്പോൾ ഒരു ആവേഗം, ഒരു സിഗ്നൽ പുറപ്പെടുവിക്കും. ആ സിഗ്നൽ നേരെ ഏത് കൂടെയാ? വെസ്റ്റിബ്യൂൾ നെർവിലൂടെ. നേരത്തെ കോക്ലിയർ നെർവിലൂടെ പോയത്, ഇത് ഈ നീലയാണ് വെസ്റ്റിബ്യൂൾ നെർവ്, ഇത് കോക്ലിയർ നെർവ്. വെസ്റ്റിബ്യൂൾ നെർവിലൂടെ ആ സിഗ്നൽ, ആ ആവേഗം പാസ് ചെയ്യും. എവിടേക്ക്? സെറിബെല്ലത്തിലേക്ക്. ശബ്ദഗ്രാഹികൾ നേരെ സെറിബ്രത്തിലേക്കാണ് കൊടുക്കുന്നത്. ഇത് വെസ്റ്റിബ്യൂൾ നെർവാണ്, അതിലൂടെ നേരെ സെറിബെല്ലത്തിലേക്ക് ആ ആവേഗങ്ങളെ കൊടുക്കും. സെറിബെല്ലം എന്ത് ചെയ്യും? ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിച്ചു നിർത്തും. അപ്പോ ഈ ശബ്ദതരംഗങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബ്ദം എന്ന അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം സെറിബ്രമാണെങ്കിൽ ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ സെറിബെല്ലമാണ് ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. ഇപ്പൊ അമിത മദ്യപാനമൊക്കെ നടത്തുന്ന ആൾക്കാര് ശരീരത്തിന്റെ തുലനാവസ്ഥ നഷ്ടപ്പെടും. അപ്പൊ എന്തിനാ പ്രശ്നം വരിക? സെറിബെല്ലത്തിനാണ്. ചിലപ്പോ അങ്ങനെ ചോദിക്കും, അമിത മദ്യപാനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അമിത മദ്യപാനം മസ്തിഷ്കത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാന്ന് ചോദിച്ചാൽ സെറിബെല്ലം. അപ്പൊ ശബ്ദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാന്ന് ചോദിച്ചാൽ സെറിബ്രം, അല്ലെ? അപ്പോ ഇന്നർ ഇയറിൽ ആന്തരിക കർണത്തിൽ 3 ഭാഗമാണ്: കോക്ലിയ, വെസ്റ്റിബ്യൂൾ, പിന്നെന്താ അർദ്ധവൃത്താകാര കുഴലുകൾ. അതിൽ കോക്ലിയ എന്ന ഭാഗം പൂർണ്ണമായിട്ടും ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടും വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴൽ തുടങ്ങിയ 2 ഭാഗങ്ങൾ ശരീരത്തിന്റെ തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. പിന്നെയുള്ളത് ഇവിടെ യൂസ്റ്റേക്കിയൻ നാളിയാണ്. ഇവിടെ ഒരു ഭാഗം വരുന്നുണ്ട്, യൂസ്റ്റേക്കിയൻ നാളി. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡയഫ്രം ആണല്ലോ. ഡയഫ്രത്തിന്റെ ഇരുവശത്തുമുള്ള മർദ്ദം, പ്രഷർ, അതിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് യൂസ്റ്റേക്കിയൻ നാളിയുടെ പ്രധാന ദൗത്യം. ഈ യൂസ്റ്റേക്കിയൻ നാളി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരെ എവിടേക്കാ? തൊണ്ടയിലേക്കാണ്, ഗ്രസനിയിലേക്കാണ് അത് പോയിരിക്കുന്നത്. ഈ ചെവി മൂക്കൊക്കെ തൊണ്ടയുമായി ബന്ധപ്പെട്ട ഭാഗം. അപ്പൊ യൂസ്റ്റേക്കിയൻ നാളി നേരെ ഈ മൂക്കിന്റെ പിന്നിലൂടെ കടന്നു പോകുന്നത് നേരെ എവിടേക്ക്? തൊണ്ടയിലേക്ക് അത് കണക്ട് ആവുന്നു. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, തൊണ്ടയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഗ്രസനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെവിയുടെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ യൂസ്റ്റേക്കിയൻ നാളി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ബാഹ്യകർണം, മധ്യകർണം, ആന്തരിക കർണം. അപ്പൊ ചെവി 2 ദൗത്യമാണ് മനുഷ്യനുള്ളത്. ഒന്ന് ശബ്ദം കേൾക്കാൻ, 2 ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കാൻ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര നേരം ചെവിയെ കുറിച്ച് പഠിച്ചു. ഇനി മത്സര പരീക്ഷ രംഗത്ത് LDC പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നിങ്ങൾ ബോർഡിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എഴുതിയിട്ടുണ്ട് ഓട്ടോളജി. അപ്പൊ എന്താ ചോദ്യം അവിടെ വരിക?
ചെവിയെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓട്ടോ എന്ന് വെച്ച ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്ന ഒരു പദമാണ് ചെവി, ഓളജി പഠനം, അങ്ങനെ ഓട്ടോളജി. അപ്പൊ ചെവിയെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ ഓട്ടോളജി. അപ്പൊ 1. 2 ഓഡിയോളജി, അത് കേൾവിയെ കുറിച്ചുള്ള പഠനം. ഓഡിയോ എന്ന് വെച്ചാൽ അതല്ലേ, അങ്ങനെ ചിന്തിച്ചു നോക്കി. അപ്പൊ കേൾവിയെ കുറിച്ചുള്ള പഠനം ഓഡിയോളജി. അപ്പൊ അത് മനസ്സിലായല്ലോ. 3 അക്വാസ്റ്റിക്, അത് ശബ്ദത്തെ കുറിച്ചുള്ള പഠനം. അത് ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യം. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്വാസ്റ്റിക്സ്. അപ്പൊ അത് 3. പിന്നെ ബാഹ്യകരണം നേടിയിട്ട് ചെവിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് ബാഹ്യകരണം, രണ്ടാമതുള്ള ഭാഗമാണ് മധ്യകരണം, മൂന്നാമതുള്ള ഭാഗമാണ് ആന്തരിക കരണം. അതാണ് ബാഹ്യകരണത്തിൽ 3 ഭാഗം: ചെവിക്കോട, പിന്നെ ഇയർ കനാൽ, കർണനാളം, പിന്നെയുള്ളത് കർണപടം. പിന്നെ ഈ കർണനാളത്തിൽ വരുന്നൊരു ഭാഗമാണ് സെറിബ്രൽ ഗ്രന്ഥി. അത് മെഴുക് ഉൽപ്പാദിപ്പിക്കും, പറഞ്ഞല്ലോ. സെറിബ്രൽ ഗ്ലാൻഡ്, സെറിബ്രൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ചെവിക്കായം. ആ സെറിബ്രൽ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേരാണ് മെഴുക് ഗ്രന്ഥികൾ മലയാളത്തിൽ. ഓക്കെ. അപ്പൊ എന്തിനാ മെഴുക് ഗ്രന്ഥികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവി സ്വീകരിക്കുന്ന എയറിലുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള പല ജീവികളെയും പൊടിപടലങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ അത് സഹായിക്കുന്നു. അങ്ങനെ തന്നെ. അടുത്തത് കർണപടം. കർണപടത്തിന്റെ വേറൊരു പേരാണ് ടിംബാനം. കർണപടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഹ്യകർണത്തെ ആന്തരിക കർണത്തിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണിത്. ബാഹ്യകർണത്തെ മധ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണിത്. ഈ കർണപടം അഥവാ ടിംബാനം. ബാഹ്യകർണത്തെ മധ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗമാണ് കർണപടം. അപ്പൊ ഈ കർണപടം ഈ ബാഹ്യകർണത്തിന്റെ ഭാഗമാണ്. ഈ കർണപടം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ഏതാ? മധ്യകർണമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അതിന്റെ വേറൊരു പേരാണെന്ത്? ടിംബാനം എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മാലിയസ്, അതൊരു അസ്ഥിയാണ്. അതിനെക്കുറിച്ചുള്ള ചോദ്യം ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിൽ അസ്ഥി ഏത്, അല്ലെങ്കിൽ ചെവിയിൽ എന്ന് ചോദിക്കില്ല, അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ മാലിയസ്. ഓക്കെ. ഇൻകസ്, അതിന്റെ ചോദ്യം കൂടക്കല്ലിന്റെ ആകൃതി, കൂടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകസ്. പിന്നെ സ്റ്റേപ്പിസ്, സ്റ്റേപ്പിസ് കുതിരസവാരിക്കാരന്റെ പാദധാര. അതാണ് ശരിക്കും, പക്ഷെ PSK ഇങ്ങനെ ചോദിക്കുക, കുതിര ലാടത്തിന്റെ ആകൃതിയിലുള്ള അസ്ഥി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേപ്പിസ്. അത് മാലിയസും ഇൻകസും സ്റ്റേപ്പിസും. സ്റ്റേപ്പിസിന്റെ പ്രത്യേകത മനുഷ്യരിൽ ഏറ്റവും ചെറിയ അസ്ഥിയാണെന്ന് കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഈ 3 അസ്ഥികളും മധ്യകർണത്തിന്റെ ഭാഗമാണ്. ബാഹ്യകർണം കഴിഞ്ഞാൽ അടുത്ത ഏതാ? മധ്യകർണം. മധ്യകർണത്തിന്റെ ഭാഗമാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി, അത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, സ്റ്റേപ്പിസ്. അപ്പൊ സ്റ്റെപ്പിഡിയസിന്റെ പ്രത്യേകത എന്താ? ആ സ്റ്റേപ്പിസിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പേശിയാണ് സ്റ്റെപ്പിഡിയസ്. അപ്പൊ മനുഷ്യ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാ? സ്റ്റെപ്പിഡിയസ് എന്ന് മനസ്സിലാക്കി വെക്കുക. സ്റ്റെപ്പിഡിയസ് എഴുതിയിട്ടില്ല, അപ്പൊ നിങ്ങൾ ഒപ്പം നോട്ട് എഴുതി വെക്കുക. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക സ്റ്റെപ്പിഡിയസ്, അത് പേശി. പിന്നെ യൂസ്റ്റേക്കിയൻ നാളി. അവിടെ ചോദ്യം വരുന്നത് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം. മധ്യകർണത്തെ എന്നും പറയണ്ട, ചെവിയെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഒറ്റ ഭാഗ്യമുള്ള യൂസ്റ്റേക്കിയൻ നാളി. യൂസ്റ്റേക്കിയൻ നാളിന്റെ മറ്റൊരു പ്രത്യേകത ഇയർ ഡ്രം എന്ന് വെച്ചാൽ കർണപടത്തിന് ഇരുവശത്തുള്ള മർദ്ദം തുല്യമാക്കി നിലനിർത്തുക എന്നുള്ള ഒരു ദൗത്യം കൂടി ആർക്കുണ്ട്? യൂസ്റ്റേക്കിയൻ നാളിക്കുണ്ട്. അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെയുള്ളത് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ എന്ന് പറഞ്ഞാൽ ആന്തരിക കർണത്തിലുള്ള ഭാഗമാണ്. അപ്പൊ മധ്യകർണം കഴിയുന്നതും ആന്തരിക കർണം തുടങ്ങുന്നതും ഈ ഓവൽ വിൻഡോന്റെ ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പൊ മധ്യകർണത്തെ, അതാ ചിത്രത്തോടുള്ള ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ മധ്യകർണത്തെ ആന്തരിക കർണവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ. ഓക്കെ, അതാണ് ഓവൽ വിൻഡോന്റെ പ്രത്യേകത. പിന്നെ വെസ്റ്റിബ്യൂൾ, ആന്തരിക കർണത്തിൽ ഏറ്റവും മുകൾ ഭാഗത്തുള്ള അർദ്ധവൃത്താകാര കോഴിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ് വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂളിന്റെ പ്രത്യേകത അവിടെ 2 ഭാഗമുണ്ട്, യൂട്രിക്കിളും സാക്യൂളും. വെസ്റ്റിബ്യൂളിലെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെ എന്ത് വിളിക്കും? യൂട്രിക്കിൾ. വെസ്റ്റിബ്യൂളിലെ താഴെയുള്ള ഭാഗത്ത് എന്ത് വിളിക്കും? സാക്യൂൾ. സാക്യൂൾ കോക്ലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇങ്ങനെ ചോദിക്കും, കോക്ലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെസ്റ്റിബ്യൂളിലെ ഭാഗം എന്ന് ചോദിച്ചാൽ സാക്യൂൾ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. പിന്നുള്ളത് കോക്ലിയ. കോക്ലിയ ശബ്ദവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ശബ്ദ തരംഗങ്ങൾ എന്ന് വെച്ചാൽ ശബ്ദതരംഗങ്ങളാണ് അതുപോലെ സഞ്ചരിക്കുന്നത്. അവിടെ ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, കേൾവി സായത്തമാക്കുന്ന മനുഷ്യരീരത്തിലെ ഭാഗം ചെവി. ചെവിയിൽ ഏത് ഭാഗത്താണ് കേൾവി സായത്തമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കേൾവിക്ക് സഹായിക്കുന്നത് ചോദിച്ചാൽ കോക്ലിയ. ഈ കോക്ലിയയിൽ ഏത് ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗൻ ഓഫ് കോർട്ടി. അവിടെയാണല്ലോ ഈ ശബ്ദഗ്രാഹികളെല്ലാം ഉള്ളത്. പിന്നെയുള്ളത് പെരിലിംഫ്, എൻഡോലിംഫ് എന്ന് വെച്ചാൽ ആന്തരിക കർണത്തിലുള്ള 2 ദ്രവങ്ങളാണ് പെരിലിംഫും എൻഡോലിംഫും എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അർദ്ധവൃത്താകാര കുഴൽ, അത് ശരീരത്തിന്റെ തുലനനില നിയന്ത്രിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് അർദ്ധവൃത്താകാര കുഴൽ. അപ്പൊ ശ്രവണവുമായി ബന്ധപ്പെട്ടത് കോക്ലിയ, തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ടത് അർദ്ധവൃത്താകാര കുഴൽ. ഒരു മനുഷ്യന്റെ കേൾവിശക്തിയുടെ ശബ്ദ തീവ്രത മാക്സിമം എത്രയാ? 120 ഡെസിബൽ. 120 ഡെസിബൽ ആണ് ശബ്ദ തീവ്രതയുടെ മാക്സിമം ഒരു മനുഷ്യന് കേൾവിക്കുള്ളത്. അത് 120 ഡെസിബൽ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള സൗണ്ടാണ്
ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുക. ചിലപ്പോൾ ചോദിക്കും എത്ര ഹെഡ്സിനിടയിലുള്ള ശബ്ദങ്ങളാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് വെച്ചാൽ 20 ഹെഡ്സ് 20,000 ഹെഡ്സ്. 20,000 ഹെഡ്സ് പറഞ്ഞാൽ 20 കിലോ ഹെഡ്സ് ആണ്. കേന്ന് വെച്ചാൽ 1000 അല്ലേ. അപ്പൊ 20 × 1000 20,000 ഹെഡ്സ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടുകളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിന് അതായത് 20 കിലോ ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടിനെ അൾട്രാസോണിക് എന്ന് മനസ്സിലാക്കി വയ്ക്കുക, വിളിക്കുമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും മനുഷ്യന്റെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കും. പിന്നെയുള്ളത് ഓട്ടോസ്കോപ്പ്. അത് ശ്രവണ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. സെപ്റ്റംബർ 26 അതിന്റെ പ്രത്യേകത എന്താ? ദേശീയ ബധിര ദിനമാണ്. ഏത്? സെപ്റ്റംബർ 26 എന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ സെറിബ്രത്തിനും സെറിബെല്ലത്തിനും ഇതിൽ പങ്കുണ്ട്. തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അത് മനസ്സിലാക്കി വയ്ക്കുക. അമിത മദ്യപാനം ബാധിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗവും ഏതന്നെയാ? സെറിബെല്ലം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ശ്രവണവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് സെറിബ്രം. അപ്പൊ കേൾവി എന്ന ആ അനുഭവം സാധ്യമാക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറിബ്രം എന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോമ്പറ്റീറ്റീവ് എക്സാമുമായി, പ്രത്യേകിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ IDC പ്രിലിംസുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഇതിപ്പോ SSCക്കും RRBക്കും ഒക്കെ ഈ കാര്യങ്ങൾ തന്നെയാണ്, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇതിനേക്കാൾ കൂടാം, പക്ഷെ ഇത്ര കാര്യങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ വീഡിയോ ആദ്യം ശരിക്കും കണ്ട ശേഷം മാത്രം ഇതിലേക്ക് കടക്കുക. കാണാത്തവർ ബാക്ക്വേർഡ് അടിച്ച് കണ്ട് വരിക, എന്നിട്ട് ഇതിലേക്ക് കടക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ വലിയ കമന്റുകൾ, ഞങ്ങൾ ഇനി എന്തൊക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം, എന്തൊക്കെ പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന ആ കമന്റുകളൊക്കെ ഞങ്ങൾക്ക് കമന്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. പിന്നെ നമ്മുടെ സിക്സ് സെൻസിന്റെ നമ്മുടെ ചാനലിന്റെ ടെലഗ്രാമിന്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അതിൽ ഉടനടി പഠിക്കത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ പഠിക്കുക, ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.